ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളി വള്ളംകളി പ്രേമികളെയും കൈനകരിയിലെ സ്പൈസ് റൂട്ട് അങ്കണത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കമന്ററി ബോക്സിൽ ഞാൻ ഷൈജു ദാമോദരൻ, വിത്ത് മീ ഇറ്റ്സ് ശരത്. അപ്പൊ ഞാൻ പോട്ടെ, ഒറ്റ കേൾപ്പിച്ചിട്ട് ഇതിന്റെ ഒരാളുടെ ആവശ്യമേ സത്യത്തിലുള്ളൂ. അതുകൊണ്ട് തന്നെ ആ റൂട്ടിൽ പിടിക്കാൻ ഞാനില്ല. ആ റൂട്ടിൽ അദ്ദേഹത്തെ വിട്ടുകൊണ്ട് വളരെ സന്തോഷകരമായ രസകരമായ ഒരു സായാഹ്നം നമ്മൾക്കിവിടെ പങ്കുവെക്കാം. അതാണ് അതിൻ്റെ ശരി എന്നുള്ളതാണ് ഏറ്റവും സന്തോഷത്തോടെ പറയാം. അതിരിക്കട്ടെ, ഇത്തവണ നെഹ്റു ട്രോഫിക്ക് കൈരളി ന്യൂസിന് വേണ്ടി കമന്ററി പറയുന്ന സമയത്ത് ഘടികാരം നിലച്ചോ? അന്ന് ശരിക്കും പറഞ്ഞാൽ ആ ഫൈനൽ, നിങ്ങൾ ആ വള്ളം ആ ഫിനിഷിംഗ് പോയിന്റ് കടന്നിങ്ങനെ തൊട്ട് രണ്ട്, അതായത് എല്ലാവരും 3 വള്ളങ്ങളും, അതായത് മറ്റേ 2 BBC-യും, അതായത് വള്ളാതുരത്തിയും പുന്നോടൊക്കെ ഒപ്പത്തിനൊപ്പം പിടിക്കുകയാണ്. അതിങ്ങനെ പോകുന്ന സമയത്ത് അവസാനത്തെ വാചകം, ആ വാചകം എത്ര പേര് അതിൻ്റെ കാതൽ ശ്രദ്ധിച്ചിട്ടുണ്ട്, അതിൻ്റെ ഒരു ഡെപ്ത് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അത് ഉപയോഗിച്ചത് ഇതിനു വേണ്ടിയാണ്. കാരണം ആലപ്പുഴയും കുട്ടനാടും കോട്ടയവും കൊല്ലവും അടങ്ങുന്ന കേരളത്തിൻ്റെ മധ്യ കേരളം എന്ന് പറയുന്ന നമ്മുടെ ഭൂപ്രദേശം, ആ ഭൂപ്രദേശത്തിൻ്റെ സംസ്കാരവുമായി അവരുടെ ആ ഭാഗത്തെ ആളുകളുടെ ജീവിത രീതിയുമായി ബന്ധപ്പെട്ട ഒരു വലിയ വാചകമാണ് ആ പ്രയോഗിച്ചത്. കാരണം വ്യവസ്ഥിതികളോട് പൊരുതുന്ന ആളുകളാണ് ഈ പറയുന്ന ആളുകൾ. അതായത് വ്യവസ്ഥിതികളെ എതിർക്കാനും തെറ്റ് കണ്ടാൽ അനീതിക്കെതിരെ സന്ധിയില്ലാത്ത പോരാട്ടം നടത്താനും ഒക്കെ കഴിവുള്ള ആളുകളാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന എല്ലാവരും. നിങ്ങളുടെയൊക്കെ സിരകളിൽ ഓടുന്നത് വ്യവസ്ഥിതികൾക്കെതിരായ പഴയ പോരാട്ടത്തിൻ്റെ ചരിത്രമാണ്. ഇപ്പം എത്ര പേരത് ശ്രദ്ധിച്ചു എന്നറിയില്ല. ഞാൻ നിങ്ങളുടെ വള്ളം BBC വിയപുരം ക്രോസ് ചെയ്ത് പോകുമ്പോൾ പുന്നമടയുടെ തീരത്ത് പത്മപരാഗ കുടീരത്തിൽ വിളക്ക് വെക്കുന്ന യുഗകന്യകമാർ ഒരു വിപ്ലവഗാനം കേൾക്കുന്നു. മാറ്റുവിൻ ചട്ടങ്ങളെ, ഇറ്റ്സ് BBC, ഇറ്റ്സ് BBC, ഇറ്റ്സ് BBC. കാരണം ഇത്തവണത്തെ നെഹ്റു ട്രോഫി യഥാർത്ഥത്തിൽ വിപ്ലവം കുറിച്ച, വിപ്ലവം രചിച്ച നെഹ്റു ട്രോഫിയാണ്. ചട്ടങ്ങളെ മാറ്റി എഴുതിയ നെഹ്റു ട്രോഫിയാണ്. ആ കണക്കിൽ അതിനെ വിലയിരുത്തിയാൽ മാറ്റുവിൻ ചട്ടങ്ങൾ എന്നുള്ളത് BBC-യുടെ പാട്ടാണ് ശരിക്കും ഈ സീസണിൽ. അതെ, ഏറ്റവും വളരെ വലിയ ആവേശകരമായി ഇത്തവണത്തെ ഒരു പ്രത്യേകത ഇപ്പോൾ ഷൈജു പറഞ്ഞതുപോലെ തന്നെയാണ്. വിജയത്തിൻ്റെ ആവർത്തനത്തെ പൊളിച്ച് തീർത്തില്ലാതാക്കിയ BBC-യുടെയും വിയപുരത്തിൻ്റെയും ഒരു ഗംഭീരമായ വരവുണ്ടായിരുന്നു. ആ വരവ് തന്നെയാണ് ഇത്തവണത്തെ നെഹ്റു ട്രോഫിയെ ആവേശകരമാക്കിയത്. ഷൈജു, ഒറ്റ കാര്യം കൂടി, പക്ഷേ അവിടെ കൊണ്ട് അവസാനിച്ചില്ല കേട്ടോ. CBL തന്നെ മറ്റു മത്സരങ്ങൾ നോക്കിയാൽ, ഇപ്പോൾ താഴത്തങ്ങാടിയിലേക്ക് നോക്കിയാൽ, കൈനകരിയിലേക്ക് നോക്കിയാൽ, പിറവത്തേക്ക് നോക്കിയാൽ ആരായിരുന്നു? ഇത് നെഹ്റു ട്രോഫിയുടെ ഒരു ഈ CBL തുടങ്ങിയതിന് ശേഷമുള്ള ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ഈ കുതിപ്പ്, ഒരു മേധാവിത്വം നമുക്ക് കാണാൻ സാധിക്കും. ആരാണോ നെഹ്റു ട്രോഫിയിൽ മുത്തമിടുന്നത് അതൊരു സിഗ്നലാണ്. ഈ വരുന്ന CBL സീസൺ അവർ ഈ സ്വീപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ പോകുന്ന ഒരു സൂചനയാണ് എല്ലാ നെഹ്റു ട്രോഫിയും. യെസ്, ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ഒരുമിച്ച് മത്സരിക്കുന്ന വേറെ ഒരു കായിക ഇനവും ഇല്ല, അത് വള്ളംകളിയാണ്. വള്ളംകളിക്കാണ് ഈ ഒരു 90, 95, 98, 100 ആളുകൾ ഒരുമിച്ചിരിക്കുമ്പോൾ അവരുടെ ഒരു വെറുതെ അല്ല അതിന് ഹൃദയതാളം എന്ന് പറയുന്നത്. ആ തുഴച്ചിലുകാരാണ് ഇവിടെ പ്രത്യേകമായി തന്നെ ഇപ്പോൾ നമ്മുടെ ആകാശ ദൃശ്യങ്ങളിലൂടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഞങ്ങളുടെ ക്യാമറ സംഘങ്ങളുടെ വിവിധ ക്യാമറകളിലൂടെ കാണാം. ഷൈജു ദാമോദരൻ, ശരത്ത്, ഞാൻ പറഞ്ഞു വന്നത് ഈ 100 പേരെയും നമ്മൾ ഒരു വേദിയിൽ വിളിച്ച് അവരെ ആദരിക്കുക, അവരുടെ നേട്ടത്തിനെ നമ്മൾ അംഗീകരിക്കുക എന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണ്. കാരണം ഇത് ഒരു പക്ഷേ ഒരു നെഹ്റു ട്രോഫി ഇതിന് മുൻപ് ജയിച്ച ഒരു ടീമിന്, ഒരു ക്ലബിന് ഒരു പക്ഷേ. അപ്പൊ അതുകൊണ്ട് തന്നെ വലിയ കൈയടി കൊടുക്കുക ഫോർ കൈരളി ന്യൂസ്. ഈ ചാമ്പ്യന്മാരാവുക എന്ന് പറഞ്ഞാൽ ഈസിയാണ്. ടു ബിക്കം എ ചാമ്പ്യൻ ഇറ്റ്സ് ഈസി, ബട്ട് ടു സ്റ്റേ ദേർ ആസ് ചാമ്പ്യൻ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട്. അതിന്റെ പുള്ളി പറഞ്ഞു, ചാമ്പ്യൻ ആവുക എന്ന് പറഞ്ഞാൽ ഈസിയാണ്, പക്ഷെ ചാമ്പ്യൻ ആയിട്ട് അവിടെ നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. നിങ്ങളുടെ ആ സ്റ്റേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഏതൊരു സ്പോർട്ടിലും. അതുകൊണ്ടാണ് 24 വർഷക്കാലം ലോകത്തെ ഏറ്റവും നല്ല ക്രിക്കറ്റ് കളിക്കാരനായിരുന്ന ടെണ്ടുൽക്കറെ നമ്മൾ ലെജൻഡ് എന്ന് വിളിക്കുന്നത്. ദാറ്റ്സ് വൈ ഈസ് കോൾഡ് ലെജൻഡ്. റോജർ ഫെഡററെ വിളിക്കുന്നത് ലെജൻഡ്. വർഷങ്ങളോളം 15 വർഷം 20 വർഷം ഒരേ സ്റ്റേച്ചർ കീപ്പ് ചെയ്യാൻ. അതാണ് പ്രമോദ് പറഞ്ഞത്, പ്രബലർ എതിരാളികൾ പുറകെ തൊട്ട് വരുന്നു, അത് മെയിൻറ്റെയിൻ ചെയ്യുക, സൂക്ഷിക്കുക. വിജയം നിലനിർത്തുക എന്ന് പറഞ്ഞത് ഭയങ്കര പാടാണ്. പക്ഷെ വിജയം മാറി മാറി പോകുന്നതല്ലേ അതിൻ്റെ ഒരു സുഖം കാണാൻ. ഇപ്പം ഇത്ര മൂപ്പായത് കഴിഞ്ഞ നെഹ്റു ട്രോഫിയിൽ പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ പറഞ്ഞുള്ളൂ, വള്ളാതുരുത്തി ബോട്ട് ക്ലബിനെ പിടിക്കാൻ വേണ്ടി മാത്രമോ ബാക്കി 21 വള്ളവും 20 വള്ളവും വന്ന് അതിനാന്നാണ് പറഞ്ഞത്. സത്യമായിരുന്നു അല്ലായിരുന്നു? ആണെങ്കിൽ കൈയടി, പിടിച്ചില്ലേ, അത് നിലനിർത്തുക. ഓക്കെ, കണ്ടോ ഷൈജു, നെഹ്റു ട്രോഫി ഇങ്ങനെ തകർത്തിരിക്കുകയാണ്. അതായത് നമ്മുടെ പ്രധാനമന്ത്രി
ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്ത് മുതൽ അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പോട് കൂടിയ വെള്ളിക്കപ്പാണത്. ആ ചരിത്രം പറയുന്ന നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന, നിങ്ങളുടെ കയ്യെത്തും ദൂരത്തിരിക്കുന്ന നെഹ്റു ട്രോഫി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മളിവിടെ ഇരിക്കുന്ന ജീവനുള്ള മനുഷ്യരെക്കാളൊക്കെ എന്തുമാത്രം മൂല്യമുള്ള ഒരു കപ്പാണ്, വെള്ളിക്കപ്പാണ് ആ വേദിയുടെ മുന്നിലിരിക്കുന്നത്. ഇറ്റ് ഇസ് എ നെഹ്റു ട്രോഫി, സിൽവർ ട്രോഫി. അതെ അതെ അതെ, ഏറ്റവും ആവേശകരമായ ഈ സായാഹ്നത്തിൻ്റെ ഒരു കാഴ്ച തന്നെയാണ് നെഹ്റു ട്രോഫിയെ ഇങ്ങനെ വിപുരം ചുണ്ടലിലൂടെ കൈനഗരി വില്ലേജ് ബോട്ട് ക്ലബ്ബാണ് കൈനഗരിയിലേക്ക് കൊണ്ടുവന്നത്. സി കെയും പ്രമോദും ഒക്കെ അത് കണ്ടുകൊണ്ടിരിക്കുന്നു. കുട്ടനാടിൻ്റെ ഈ ഒരു ആവേശകരമായ നേട്ടത്തിന് ഷൈജു തീർച്ചയായിട്ടും ഇതൊരു ഒരു അവിസ്മരണീയമായ നിമിഷമാണ്. എന്നെയൊക്കെ മുല്ലപ്പൂ ചൂടിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും മുല്ലപ്പൂ ചൂടിയ മലയാളി പെൺകുടി എന്ന് പറയുന്നതിന് സമാനമായി മുല്ലപ്പൂ ചൂടിയ നെഹ്റു ട്രോഫിയാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. ഓഫ് കോഴ്സ് അതേപോലെ തന്നെ നെഹ്റു ട്രോഫി ഞങ്ങളിങ്ങനെ ഉയർത്തിപ്പിടിക്കുമ്പോൾ നെഹ്റു ട്രോഫിയുടെ തൊട്ട് താഴെ തീർച്ചയായിട്ടും സാക്ഷാൽ എന്താ പറയുക മുരുകൻ്റെ, വേൽമുരുകൻ്റെ അനുഗ്രഹത്തോട് കൂടിയ ശ്രീ മുരുകൻ്റെ, ശ്രീ സുബ്രഹ്മണ്യൻ്റെ പ്രതിമയോട് കൂടിയ വിഗ്രഹത്തോട് കൂടിയ പായിപ്പാട്ട ട്രോഫിയും കൂടി ഇരിക്കുന്നുണ്ട്. ഈ ട്രോഫി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ ട്രോഫിക്ക് ദൈവികമായ ഒരു പരിവേഷം കൂടിയുണ്ട്. കുട്ടനാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം പായിപ്പാട് വള്ളംകളി എന്ന് പറഞ്ഞാൽ ശ്രീ മുരുകൻ്റെ വേൽമുരുക ഹരേഹരോ ഹരോഹര അനുഗ്രഹമാണ് ശരിക്കും പറഞ്ഞാൽ. സോ അതും കൂടെ നമ്മൾ എടുത്ത് പറയണം. പായിപ്പാട് വള്ളംകളിക്കൊക്കെ മനോഹരമായ പാട്ടുകൂടിയുണ്ട്. മലയാളത്തെ സംബന്ധിച്ച് സംഗീതത്തെയും കലയെയും എല്ലാം ആവേശകരമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന വള്ളംകളി അനുഭവങ്ങളുടെ ഏറ്റവും വലിയ അനുഭവത്തെയാണ് ഇവിടെ പ്രേക്ഷകരുമായി കൂടി ഞങ്ങൾ പങ്കുവച്ചത്.